കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു കൃഷ്ണ. രണ്ടാമത്തെ ബെല്ലടിച്ചതോടെ കയ്യിലിരുന്ന ബുക്ക് ബാഗിലേക്ക് വെച്ചുകൊണ്ട് അവൾ ക്ലാസ് റൂമിലേക്ക് കയറി. അവളുടെ നോട്ടം തൊട്ടു പിന്നിലെ ബെഞ്ചിലിരുന്ന ആസിയിലേക്ക് പോയി. അവൻ ഒന്ന് കണ്ണു ചിമ്മി ഓൾ ദി ബെസ്റ്റ് എന്ന് കാണിച്ചതും അവൾ പേടിയോടെ ഒന്ന് നിശ്വസിച്ചു. അപ്പോഴേക്കും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്ന പോലെ അവൻ ഇരുപുരികങ്ങളും പൊക്കി. നേർത്ത ഒരു പുഞ്ചിരിയോടെ അവൾ വന്ന് ബെഞ്ചിലേക്ക് ഇരുന്നു. ടെൻഷൻ കാരണം ഉള്ളെല്ലാം കിടന്ന് വിറയ്ക്കുന്നുണ്ട്. എപ്പോഴും ഉള്ളതാണ് പരീക്ഷ സമയത്ത് ഇങ്ങനെയൊരു ഭയം. ഒന്ന് തീർന്നു കിട്ടുന്നവരെ ശ്വാസം പോലും നേരെ പോവില്ല എന്ന് തോന്നും. ഇനി തീർന്നു കിട്ടിയാലോ? എക്സാമിന് മാർക്ക് എങ്ങനെയാണെന്ന് ആലോചിച്ചുള്ള ടെൻഷനാവും. പിന്നെ അത് കിട്ടിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് അറിയുന്ന ആൻസറും തെറ്റിച്ചു എന്ന് ചിന്തിക്കും. അങ്ങനത്തെ തനിക്ക് ടെൻഷൻ അടിക്കാൻ കാരണങ്ങൾക്ക് പ്രത്യേകിച്ച് പഞ്ഞമൊന്നുമില്ല. ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ബെല്ലും അടിച്ചു. അത് കേൾക്കാനിരുന്ന പോലെ സാറ് അകത്തേക്ക് കയറി. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആണ്. നന്നായി പഠിച്ചിട്ടുണ്ട്. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഒരു വല്ലാത്ത ടെൻഷൻ. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് അവൾ ഹോൾ ടിക്കറ്റ് നമ്പർ എഴുതാനായി പെൻ എടുത്തതും ഒരു നിമിഷം കയ്യിലിരിക്കുന്ന പേനയിലേക്ക് അവളുടെ നോട്ടം വീണു. അതോടൊപ്പം തന്നെ തലേന്ന് നടന്ന സംഭവത്തിലേക്ക് മനസ്സ് പെട്ടെന്ന് പോയി. ടീച്ചറുമായി കാര്യമൊക്കെ പറഞ്ഞ് ഏതാണ്ട് മനസ്സ് സ്വസ്ഥമായി തോന്നിയപ്പോഴാണ് വാതിൽക്കൽ സാറിനെ കണ്ടത്. ആവശ്യമില്ലാത്ത ഒരു പകപ്പ് വീണ്ടും ഉള്ളിലേക്ക് കയറി. ഹരൻ സർ, അമ്മയോട് സംസാരിച്ചിട്ട് ടെൻഷൻ കുറഞ്ഞോ? അതോ അമ്മ നിന്റെ ടെൻഷൻ കൂട്ടിയോ? കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് കയറുന്നവന്റെ ചിരിയിൽ തന്നെ താനും തിരിച്ചു ചിരിച്ചു. പിന്നേടാ, നീ ഒരു വലിയ സാറ് വന്നിരിക്കുന്നു. എടാ, ഞാൻ പഠിപ്പിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ, നീയൊക്കെ ഇപ്പോഴും ശിശുവാണ്, വെറും ശിശു. ടീച്ചറിന്റെ ഈഗോ ഹേർട്ട് ചെയ്തെന്ന് ഞാൻ തോന്നുന്നല്ലോ അമലു. പ്രത്യേകിച്ചൊന്നും പറയാതെ കൂടുതലൊന്നും ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് ഏതൻ സർ അവന്റെ പ്രസൻസ് കൊണ്ട് അവളുടെ ഉള്ളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പേടികളും കുറച്ചു നേരത്തേക്കെങ്കിലും അവളിൽ നിന്ന് അകറ്റി മാറ്റിയത്. പിന്നെ കുറച്ചു നേരം കൂടി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. അതിലെല്ലാം തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ അല്ലേ അമലു എന്നൊരു ചോദ്യം ഏതന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അവളുടെ ടെൻഷൻ അവൾ അറിയാതെ തന്നെ ഹീല് ചെയ്തിട്ടാണ് ഏതൻ അവിടെ നിന്നും ഇറങ്ങിയത്. അവസാനം ഒരു ഓൾ ദി ബെസ്റ്റ് പറയുമ്പോൾ കയ്യിലേക്ക് 2 പേനയും കൊടുത്തു. ഇത് മാജിക് പെന്നാണ്. ഇത് വെച്ച് എഴുതുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ ആൻസറും ചാടപടാന്ന് നിനക്ക് ഓർമ്മ വരും. സംശയത്തിൽ അമലുവിന്റെ കണ്ണുകൾ ചുരുങ്ങി. സത്യം? അല്ലെങ്കിൽ നീ നോക്കിക്കോ, ഈ പ്രാവശ്യം എല്ലാ എക്സാമിനും നിനക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ? പാതിയിൽ നിർത്തിയതും അവളുടെ കണ്ണിലെ ആകാംക്ഷ കൂടി. കിട്ടിയില്ലെങ്കിൽ എന്താ? ഈ ലോകത്ത് എല്ലാവർക്കും എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങി ജയിക്കാൻ പറ്റുമോ? നമ്മൾ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യും. അല്ല പിന്നെ. ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് കണ്ടു നിന്നവൻ ഇരു കണ്ണുകളും ചിമ്മി. അത് കേട്ടതും മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം മുതിർന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇപ്രാവശ്യം നിനക്കായിരിക്കൂട്ടോ ക്ലാസ് ഫസ്റ്റ്. സാറെ നീ തോൽപ്പിച്ചേ പറ്റൂ. അവളെ എല്ലാവരുടെ മുൻപിലും നാണം കെടുത്താൻ തോൽവിയാണ് ഏറ്റവും നല്ലത്. എല്ലാം വൃത്തിയായി പഠിക്കണം അമലു. അങ്ങനെ തലയ്ക്ക് മുകളിൽ കയറിയിരുന്ന ഒരുപാട് ടെൻഷനുകൾക്ക് ഒരൊറ്റ ഉത്തരം കണ്ടു. ഇത്തവണ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ ട്രൈ ചെയ്താൽ മതി എന്നൊരു സമാധാനം. അതവളെ പൂർണ്ണമായും ടെൻഷൻ ഫ്രീ ആക്കിയെന്ന് തന്നെ പറയാം. കയ്യിലിരിക്കുന്ന പേനയിലേക്ക് നോക്കി ഏതനോട് മനസ്സിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ആ ഒരു മനസമാധാനത്തോടെയാണ് ആമ്പൽ എക്സാം എഴുതാൻ തുടങ്ങിയത്. കൂടുതലൊന്നും ടെൻഷൻ അടിക്കാതെ എഴുതിയത് കൊണ്ടാകും ആ പരീക്ഷ ആമ്പലിന് വളരെ നല്ലതായിരുന്നു. ഏതാണ്ട് അതേപോലെ ആയിരുന്നു ബാക്കി 3 പേർക്കും. ക്വസ്റ്റ്യൻ പേപ്പറുമായി ടീച്ചറുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവരിലും ധൃതി ടീച്ചറിനായിരുന്നു. പഠിപ്പിച്ച കുട്ടികളെല്ലാം തന്നെ പരീക്ഷ നന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് ടീച്ചറിനും സന്തോഷമായത്. സാർ എവിടെ? സ്കൂളിൽ തിരക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നെന്നാണല്ലോ ടീച്ചറെ പറഞ്ഞത്. ഏതനെ അവിടെ എങ്ങും കാണാതെ ആസിയാണത് തിരക്കിയത്. അവൻ മാഷ് വിളിച്ചിട്ട് തറവാട്ടിലേക്ക് പോയി. വലിയ കാര്യത്തോടെ അവനോട് എക്സാമിനെ പറ്റി പറയാൻ വന്നവളുടെ മുഖം അത് കേട്ടതും വാടി. രാവിലെ ക്ലാസ് റൂമിലേക്ക് കയറുന്നതിന് മുന്നേ കണ്ടപ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണോ അതോ കയ്യിലിരിക്കുന്ന മാജിക് പെൻ കൊണ്ടാണോ എക്സാം നന്നായിരുന്നു എന്ന് അവനോടൊന്ന് പറയണമെന്ന് ഇത്തവണ അവൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാത്തതിന്റെ വിഷമം അത്രയും വ്യക്തമായി തന്നെ അവളുടെ മുഖത്ത് തെളിഞ്ഞു. ആ ഒരു സങ്കടത്തോടെയാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവളുടെ സങ്കടം അറിഞ്ഞ പോലെ വൈകുന്നേരം അവന്റെ ഒരു ഫോൺ കോൾ അവളെ തേടിയെത്തി. അവൾ നന്നായി പരീക്ഷയെന്നറിഞ്ഞതും അവനും സന്തോഷമായി.
ഇനിയുള്ള പരീക്ഷകളും ഇതേ കോൺഫിഡൻസിൽ എഴുതണമെന്ന് പറഞ്ഞാണ് അന്നത്തെ ഫോൺ സംഭാഷണം അവസാനിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എക്സാമിന്റെ ടെൻഷൻ കാരണം ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അത്രയും തിരക്കും ടെൻഷനും ആയിരുന്നു. പിന്നീട് രണ്ടുപേരും പരസ്പരം കാണുന്നത് ഫിസിക്സ് ലാബിന്റെ അന്നാണ്. അല്പസ്വല്പം തെറ്റുകൾ പറ്റിയെങ്കിലും അന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. ആകെ അമലു ടെൻഷൻ അടിച്ചത് മാത്സിന്റെ എക്സാമിന്റെ അന്നായിരുന്നു. അത്യാവശ്യം നല്ല പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവർക്കും. അന്ന് ആ പരീക്ഷയോടെ ഓണം എക്സാം പൂർത്തിയായി. പരീക്ഷയുടെ എല്ലാ ബഹളങ്ങളും തീർന്ന് അവരുടെ അടുത്തേക്കാണ് ഏതൻ സന്തോഷത്തോടെ ചെല്ലുന്നത്. സന്തോഷം കൊണ്ട് കണ്ണു കാണാൻ വയ്യ എന്ന് തോന്നുന്നല്ലോ മൂന്നിനും. എവിടെ നാലാമത്തെ തൊട്ടാവാടി? അമലുവിനെ ചുറ്റും തിരിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകൾ ആസിയിലേക്ക് എത്തി. ഷീല മിസ് വിളിച്ചിട്ട് അവിടേക്ക് പോയതാണ് സർ. അപ്പോ ഓണാവധിക്ക് എന്താ എല്ലാവരുടെയും പരിപാടി? അതൊക്കെ നേരത്തെ സെറ്റാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യത്തെ പറ്റിയാ. അതെന്താണാവോ ഇത്രയും ചിന്തിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു കാര്യം? നൗഫിയുടെ മുഖത്തെ ഗൗരവത്തിലേക്ക് നോക്കി ഏതൻ ചോദിച്ചു. അതൊരു സർപ്രൈസ് ആണ്. സർപ്രൈസോ? ആർക്ക്? എന്റെ പൊന്നു രമോ, സാറിനോട് എന്തിനടി ഒരു ഒളിച്ചുകളി? സാർ അറിഞ്ഞെന്ന് വെച്ച് എന്താ ഇപ്പൊ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്രയും വലിയ സീക്രസി ഒക്കെ നോക്കി എന്നോട് പോലും പറയാൻ പറ്റാത്ത എന്ത് സീക്രട്ടാ മൂന്നിനും? മൂന്നിന്റെ മുഖത്തേക്ക് കണ്ണുകൾ മാറി മാറി നോക്കി ഏതന്റെ കണ്ണൊന്ന് ചുരുങ്ങി. അത് പറയാം. പക്ഷെ സാർ അറിഞ്ഞ ഭാവം നടിക്കല്ലും. നടിക്കരുത് എന്ന് വെച്ചാൽ? നടിക്കരുതെന്ന് വെച്ചാൽ നടിക്കരുത്, അത്രേയുള്ളൂ. അങ്ങനെ ചെയ്യാമെങ്കിൽ മാത്രം കാര്യം പറയാം. സത്യം വാങ്ങാൻ എന്ന പോലെ വലതു കൈ മുന്നിലേക്ക് നീട്ടി നിൽക്കുന്നവളെ ഒന്നുകൂടി നോക്കി അവളുടെ കൈപ്പത്തിക്ക് മുകളിലേക്ക് അവൻ കൈവച്ചു. അപ്പോ ഓക്കെ, പറയാം. അത്രയും നേരം ആവേശത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവൾ ശബ്ദം പെട്ടെന്ന് കുറച്ച് ചുറ്റുപാടും ഒന്ന് നോക്കി. അതുണ്ടല്ലോ സാർ, നാളെ കഴിഞ്ഞ് അമ്പലുവിന്റെ പിറന്നാളാണ്. ആണോ? ആഹാ, അത് കൊള്ളാലോ. പതുക്കെ പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ വയറ്റിലൊന്നും ഇരിക്കില്ലെന്ന്. രമു ദേഷ്യപ്പെട്ടപ്പോൾ ഒപ്പം നിൽക്കുന്നവരെ അവൻ നോക്കി. പതുക്കെ പറ സാറേ, ഞങ്ങളുടെ സർപ്രൈസ് പാളിപ്പോകും. ഓ, ഓക്കെ ഓക്കെ. ഞാൻ പെട്ടെന്ന് കേട്ട ആ എക്സൈറ്റ്മെന്റിൽ ഹരൻ ഒരു വളിച്ച ചിരി ചിരിച്ചു. ഓക്കെ, ക്ഷമിച്ചു. അല്ല, അപ്പൊ എന്താണ് മൂന്നുപേരുടെയും പ്ലാൻ? അത് പിന്നെ നട്ടപ്പാതിരയ്ക്ക് വിളിച്ചുണർത്തി കേക്ക് കൊടുക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് അവള് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും അവളുടെ മുറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് പെണ്ണിനെ ഒന്ന് ഞെട്ടിക്കണം. അല്ല, അമലുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് പിന്നെ അവൾക്ക് ബുക്ക് ഇഷ്ടമാണ്, ചോക്ലേറ്റ്, അതിൽ വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമല്ല, പിന്നെ കുപ്പിവള, മഞ്ചാടി, മയിൽപീലി, ഗണപതി ഭഗവാൻ, അങ്ങനെ അവൾ ഇഷ്ടപ്പെടുന്ന ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ചിരിയോടെ അവൻ മൂളി. പിന്നെ സർ? എന്തോ? ഞാനേ ഇന്ന് വൈകുന്നേരം വന്ന് കിങ്ങിണി എടുത്തോണ്ട് പോകും കേട്ടോ. അയ്യോ, അതെങ്ങനെ ശരിയാവും? എക്സാം കഴിയുന്നതിന്റെ അന്ന് തന്നെ അതിനെ ഞാൻ അവൾക്ക് കൊടുത്തേക്കാം എന്ന് വാക്ക് പറഞ്ഞതാണ്. ഒരു വാക്കല്ലേ സർ, ഒന്ന് മാറ്റിപ്പിടി. വളരെ നിസ്സാരമായി രമ്യ പറഞ്ഞു. കിങ്ങിണിയെ കൊടുക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനെന്തിനാ വാക്ക് മാറ്റിപ്പിടിക്കുന്നത്? സംശയത്തോടെ അവൻ അവളെ ഒന്ന് നോക്കി. അത് പിന്നെ ഞങ്ങൾ കരുതി പിറന്നാളിന്റെ അന്ന് സർപ്രൈസായി കിങ്ങിണിയെ കൊടുക്കുവാണെങ്കിൽ അവൾ കൂടുതൽ ഹാപ്പിയാവില്ലേ എന്ന്. എങ്കിൽ പിന്നെ കിങ്ങിണിയെ ഞാൻ കൊടുക്കാം. അപ്പൊ പിന്നെ പിറന്നാളാണെന്ന് അറിഞ്ഞ് ഞാനും എന്തെങ്കിലും കൊടുത്തെന്നാവുമല്ലോ. അവളെ ചൊടിപ്പിക്കാൻ എന്നപോലെ ഹരൻ ആ മുഖമൊന്ന് കൂട്ടി. അയ്യടാ, നല്ല പൂതി. സാർ ഒരുമാതിരി എച്ചി പരിപാടി കാണിക്കലും. ഒന്നുമല്ലെങ്കിലും ഇത്രയൊക്കെ ശമ്പളം വാങ്ങുന്ന ആളല്ലേ, എന്തേലുമൊക്കെ വലിയ സംഭവം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നേ. വലിയ സംഭവം എന്ന് വെച്ചാൽ? ഏതന്റെ ഒരു പുരികം മാത്രം പൊങ്ങി. എന്ന് പറയുമ്പോൾ വല്ല PS5ഓ ഗെയിം സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും. ഓഹോ, അങ്ങനെയാണോ? ഏതൻ സൈഡിലിരിക്കാനായി കെട്ടിയിടത്തേക്ക് കയറിയിരുന്നു. അതേന്നേ. ഓക്കെ, അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ അറിയാൻ വയ്യെങ്കിൽ പറഞ്ഞു തരാനല്ലേ ഞാനും ഇവനുമുള്ളത്. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവര് രണ്ടുപേരും അവന്റെ ഇടതും വലതും കയറിയിരുന്നു. സാറേ, സാർ എന്തിനാ ഇവന്മാരെ സാറിനെ വലിക്കുന്നതാണ്. ഇന്ന് ആമ്പലുവിന് അങ്ങനെ എന്തേലും കൊടുപ്പിച്ചാൽ പിന്നെ സ്വന്തം പിറന്നാളിന് ധൈര്യമായി ചോദിച്ചു വാങ്ങാലോ. മിണ്ടാതിരടി. ആസി പെട്ടെന്ന് രമ്യ കയറി തടഞ്ഞു.
ഇവള് ചുമ്മാ പറയുന്നതാ. സാറിന് തോന്നിയോ അങ്ങനെ? ഏയ്, എനിക്ക് നിങ്ങൾ രണ്ടിനെ അങ്ങനെയൊക്കെ തോന്നുമോ? അവനും അവർക്കൊപ്പം ചേർന്നതും റഷീദ് സാർ അങ്ങോട്ട് വന്നു. എന്താ സാറേ പിള്ളേരുടെ കൂടെ? ചുമ്മാ പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തിൽ ഇരുന്നതാണ്. അല്ല, സാറെന്താ ഇങ്ങോട്ട്? എന്നെ തിരക്കി വന്നതോ? അല്ലടോ, താൻ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ വന്നേ ഉള്ളൂ. ഇനിയിപ്പോ 10 ദിവസം കഴിഞ്ഞല്ലേ ഇതൊക്കെ കാണാൻ കിട്ടൂ. ഇത്തിരി നേരം കൂടി അവർക്കൊപ്പം ഇരുന്ന് കളി പറഞ്ഞാണ് അദ്ദേഹം പോയത്. ആള് പോയതും എച്ചം വിളിപ്പിക്കുന്നു പറഞ്ഞ് പ്യൂണ് വന്ന് ഏതനെയും കൂട്ടിക്കൊണ്ടുപോയി. ആമ്പിൾ വരാൻ പിന്നെയും ഏറെ നേരം എടുത്തു. ആ സമയം കൊണ്ട് അവളുടെ പിറന്നാൾ കാര്യമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു കൂട്ടുകാർ. ഉറങ്ങി ഉറങ്ങി താഴേക്ക് വീഴാൻ പോയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നേരെയിരുന്നു. ഉറക്കച്ചടവോടെ അവള് ചുവരിലേക്ക് നോക്കി. 15:48 ആയിട്ടേ ഉള്ളൂ. പഠിക്കാനിരിക്കുമ്പോൾ ചടയുന്നു പോകുന്ന സമയമാണ് ഇന്ന് ഇത്രയും നേരമായിട്ടും അനങ്ങാതെ നിൽക്കുന്നത്. ഇങ്ങനെ ഇരുന്നുറങ്ങേണ്ട കാര്യമുണ്ടോ അമ്പു? പോയി കിടന്നൂടെ? അന്നത്തെ കണക്കും കാര്യങ്ങളുമെല്ലാം കൃത്യമായി ബുക്കിൽ എഴുതി വെച്ചിട്ട് അകത്തേക്ക് കയറി വരുന്ന വഴി അശോകൻ ചോദിച്ചു. കിടക്ക അച്ഛാ, ഇച്ചിരി കൂടി കഴിഞ്ഞോട്ടെ. ചുവരിലേക്ക് നോക്കിയാണ് പറച്ചിൽ. ഇനി അവൾ കിടക്കാൻ 12:30 അശോകേട്ടൻ അറിയില്ലേ? ഒപ്പം പിടിക്കാൻ അമ്മ കൂടി വന്നതും അദ്ദേഹം അവിടെ രണ്ടുപേരെയും നോക്കി എന്തോ എഴുതാനിരിക്കും പോലെ സോഫയുടെ അറ്റത്തേക്ക് ചെന്നിരുന്നു. അച്ഛനും അമ്മയും കൂടി മുന്നിൽ വന്നിരുന്നതും സമയം ഒട്ടും പോകുന്നില്ലെന്ന് പോലെ തോന്നി അവൾക്ക്. എല്ലാ വർഷവും കൃത്യം 12 മണിയാവുമ്പോൾ 2 ഫോൺ കോളുകൾ തേടിയെത്തും. രമുവിന്റെയും അഞ്ചേച്ചിയുടെയും. രണ്ടുപേരും തമ്മിൽ ഇതിനായി ഒരു മത്സരമുണ്ട്. ആരാണ് തന്നെ ആദ്യം വിഷ് ചെയ്യുക എന്ന് പറഞ്ഞ്. മിക്ക പിറന്നാളുകൾക്കും ആദ്യം ഇവരുടെ അടി തീർത്താണ് തന്റെ ആ ദിവസം തുടങ്ങുന്നത് തന്നെ. ആലോചിച്ചുകൊണ്ട് ഇരിക്കെ തന്നെ ഫോൺ റിങ് ചെയ്തു. അവളുടെ കണ്ണുകൾ ചുവരിലേക്ക് പോയി. നേരെ ചെന്ന് നിന്നത് അച്ഛന്റെ മുഖത്തേക്കാണ്. ആ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരിയാണ് എല്ലാ വർഷവും തന്റെ ആദ്യത്തെ പിറന്നാൾ സമ്മാനമെന്ന് ഇതുവരെ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അത് കട്ടാവുന്നതിന് മുന്നേ പോയി എടുക്ക് കുഞ്ഞേ. അച്ഛൻ പറഞ്ഞതും അവൾ വേഗം പോയി ഫോൺ എടുത്തു. മെനി മെനി ഗുഡ് വിഷസ് ഫോർ ദ ഹാപ്പിയസ്റ്റ് 18th ബർത്ത്ഡേ അമലു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും അപ്രതീക്ഷിതമായി കേട്ട പിറന്നാൾ ആശംസകൾ. അമലു ഞെട്ടുന്നതിനൊപ്പം തറഞ്ഞു നിന്നുപോയി. ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണം കേൾക്കണം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഹലോ ഹലോ അമലു. ആ, അവള് പെട്ടെന്ന് വിളി കേട്ടു. എടോ ഹാപ്പി ബർത്ത്ഡേ എന്ന്. വല്ലാതെ ഉച്ചത്തിലാണ് അവനത് വിളിച്ചു പറഞ്ഞത്. സാറ് സംസാരിക്കുന്നത് കേൾക്കാമെങ്കിലും എന്തൊക്കെയോ ബഹളങ്ങളും കൊട്ടും അവിടെ നിന്ന് കേൾക്കാമായിരുന്നു. ആ, എന്താ ഹാപ്പി ബർത്ത്ഡേ എന്ന്? അത് കേട്ടതും അവൻ ഉറക്കെ ചിരിച്ചു. അപ്പോഴേക്കും ആരോ വന്ന് ഫോൺ തട്ടിപ്പറിച്ച പോലെ അവളെ കിട്ടിയോ എന്ന് ചോദിക്കുന്ന കേട്ടു. അതേന്ന് സാർ പറയുന്ന കേട്ടതും ഫോൺ വാങ്ങി. ആമ്പലു, ഹാപ്പി ബർത്ത്ഡേ ചെല്ലം എന്ന് കുറച്ചു മുന്നേ കേട്ടതിലും ഉറക്കെ കേട്ടു. രമു. സാറും രമുവും ഒരുമിച്ച്. ആമ്പലിന് ആകെ കൺഫ്യൂഷനായി. രമു, നീ എവിടെയാ? എന്താ ഇത്രയും ബഹളം? അതുപോലെ ഹരൺ സാർ ഉണ്ടോ ഒപ്പം? ആടി, ഞങ്ങൾ എല്ലാവരും കൂടി തെക്കേ കാവലുണ്ട്. ഇന്ന് ഇവിടെ കളമെഴുത്തും പാട്ടുമല്ലേ. വന്നപ്പോഴാ ടീച്ചറിനെയും സാറിനെയും കാണുന്നത്. എന്നെ ടീച്ചറിനെ ഏൽപ്പിച്ച് അമ്മയും അച്ഛനും കൂടി ആരോടോ സംസാരിക്കാൻ പോയിട്ടുണ്ട്. വീട്ടിൽ പോയി നിന്നെ വിളിക്കാമെന്ന് വെച്ചാൽ അപ്പോഴേക്കും അഞ്ചേച്ചി ആദ്യം വിളിക്കില്ലേ. അതുകൊണ്ട് സാറിന്റെ ഫോണിൽ നിന്നും ഞാൻ കൃത്യം 12 മണിക്ക് വിളിച്ചത്. കണ്ടോടി, ഈ തവണയും ഞാൻ തന്നെയാണ് ഫസ്റ്റ്. വല്ലാത്തൊരു അഹങ്കാരത്തോടെയായിരുന്നു അവളുടെ പറച്ചിൽ. അത് കേട്ടതും ഏതൻ പുഞ്ചിരിച്ചു. രമു അവനോട് ആമ്പലിനെ ഫോൺ വിളിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം രമുവിനെ ആരോ വിളിച്ചപ്പോൾ തൊട്ടപ്പുറത്തേക്ക് അവൾ നീങ്ങിയിരുന്നു. അപ്പോഴാണ് ഇവിടെ ഫോൺ എടുക്കുന്നത്. അപ്പുറത്ത് എടുത്തുവെന്നറിഞ്ഞപ്പോ ബർത്ത്ഡേ വിഷ് പറയാൻ തോന്നി. പ്രതീക്ഷിക്കാത്ത തന്റെ വിഷ് അവളെ ഞെട്ടിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റും അതിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കും. പക്ഷെ ഇവിടെ മത്സരമായിരുന്നു എന്ന് താൻ അറിഞ്ഞില്ല. അല്ലേടി, ഞാനല്ലേ നിന്നെ ആദ്യം വിഷ് ചെയ്തത്, അഞ്ചേച്ചി അല്ലല്ലോ. അഞ്ചേച്ചി അല്ല, നീയാ. അവളും അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഒരു പക്ഷെ തന്നിലും മുന്നേ ഹരൺ സാർ നിന്നോട് ജന്മദിനാശംസകൾ പറഞ്ഞോ എന്ന് രമു ചോദിച്ചിരുന്നെങ്കിൽ. യദു, ഇതിലൊന്ന് നോക്കിയിട്ട് നീ പറഞ്ഞേ, അവൾക്ക് ഏതാ ചേരുന്നതെന്ന്. കയ്യിലിരിക്കുന്ന 2 സെറ്റും അവന്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. ഇതാ അമ്മയുടെ പ്രശ്നം. എന്റെ അമ്മ, എനിക്ക് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തൊന്നും ശീലമില്ല. അമ്മ എന്നോട് വന്ന് ചോദിക്കാൻ. സെയിൽസ് ഗേൾ കേൾക്കാതെ അവൻ ഒരല്പം കുനിഞ്ഞ് ടീച്ചറിന്റെ കാതിലായി പറഞ്ഞു. ഇങ്ങനെയൊക്കെയാ പരിചയമാവുന്നത്. അതെ, നീ പഴയ പോലെ ഇത്തിരി കുഞ്ഞൊന്നുമല്ല. നിന്റെ ഈ പ്രായത്തിൽ മാഷ് എന്നെ കെട്ടി 1 കൊല്ലം കഴിഞ്ഞായിരുന്നു. അവന്റെ സംസാരം ഒട്ടും പിടിക്കാത്ത പോലെ ടീച്ചർ കെർവിച്ചു. അതിന്
അതിനിപ്പോ ഞാൻ എന്തു വേണമെന്നാ? നാളെ പോയി കല്യാണം കഴിക്കണോ? ടീച്ചർ പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അവൻ എഴുന്നേറ്റു. നാളെ കല്യാണം കഴിച്ചില്ലെങ്കിലും അടുത്ത് തന്നെ കെട്ടുമല്ലോ. അന്ന് ആ പെൺകൊച്ചിന് എന്തെങ്കിലും എടുത്തു കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഇപ്പോൾ അമ്മയെ സഹായിക്കണം. അല്ലാതെ അവളുടെ കൂടെ കടകളിൽ കയറുമ്പോൾ മഞ്ഞ ഏതാ പച്ച ഏതാണെന്നറിയാത്ത അവസ്ഥയാണ് നീയെങ്കിൽ അവൾ നിന്നെ ഒന്നും പറയില്ല. മറിച്ച് എന്നെയാവും കുറ്റം പറയുക. കുറെ ബുക്ക് പഠിപ്പിച്ചു എന്നല്ലാതെ മോന് ആവശ്യമുള്ളതൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഓ, എനിക്ക് കാര്യമായിപ്പോയി. അമ്മായിയമ്മയും മരുമോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിരുന്നോ? തൽക്കാലം ഇനി 2 വർഷം കഴിഞ്ഞാലും നടക്കാനില്ലാത്തൊരു കല്യാണത്തിൽ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരുത്തി വന്ന് അമ്മയെ ചീത്ത പറയുമെന്ന് കരുതി ഇന്ന് ഇവിടെ ഇരുന്ന് പുഴുകാൻ എന്നെക്കൊണ്ട് വയ്യ. ഞാനേ ആ പാർക്കിങ്ങിൽ കാണും. ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്റെ അടുത്തു നിന്ന് നടക്കാൻ പോയ മകനെ ടീച്ചർ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ യദു, എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. മുഖം കൊട്ട പോലെ വീർപ്പിച്ചുകൊണ്ട് അവൻ അടുത്തുള്ള കസേരയിലേക്ക് പിന്നെയും പോയിരുന്നു. ഇതൊക്കെ നാണക്കേടാണ് കേട്ടോ യദു. നിന്റെ പിള്ളേരെങ്ങാണോ അറിയണം നിന്റെ ഈ സ്വഭാവത്തെ പറ്റി. എന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല. ഊവ. എന്തൂവ? എടാ, ആ കൊച്ചു രാവിലെ വിളിച്ച് ഉച്ചയ്ക്ക് കഴിക്കാൻ ചെല്ലണമെന്ന് എന്നോട് മാത്രം പറഞ്ഞിട്ട് നിന്നോട് ഒരു വാക്ക് പറയാത്തതിന്റെ കുശുമ്പല്ലടാ ചെറുക്ക നീ ഈ കാണിക്കുന്നതൊക്കെ. പറയുമ്പോൾ ടീച്ചർ അങ്ങ് ചിരിച്ചു പോയിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് ആമ്പലിനെയും കുടുംബത്തിനെയും ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. 18 വയസ്സ് തികഞ്ഞ പിറന്നാളിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോഴാണ് മഞ്ജുമ്മ ടീച്ചറിനെ ഉച്ചക്കത്തേക്ക് സദ്യ കഴിക്കാൻ വിളിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ടീച്ചർ ഒഴിയാൻ നോക്കിയെങ്കിലും ആമ്പലം നിർത്താതെ പറഞ്ഞപ്പോൾ അവസാനം ടീച്ചർ സമ്മതിച്ചു. തിരിച്ച് വീട്ടിലെത്തിയ ടീച്ചർ ഈ കാര്യം ഏതനോട് പറഞ്ഞു. അപ്പോ ഉച്ചയ്ക്ക് അടുപൊടി ഒരു സദ്യ ഉണ്ണാം എന്ന് സന്തോഷിച്ചവന്റെ എല്ലാ സന്തോഷവും കളഞ്ഞുകൊണ്ട് ടീച്ചർ പറഞ്ഞു ടീച്ചറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അവനെ വിളിച്ചിട്ടില്ല എന്ന്. ആൾക്ക് എന്തോ അത് വലിയ നാണക്കേടോ സങ്കടോ ഒക്കെ അങ്ങ് ആയി. സത്യം പറഞ്ഞാൽ ടീച്ചർ അത് ഒരു കളിയായിട്ടാണ് പറഞ്ഞതെങ്കിലും അത് അവന്റെ ഈഗോയ്ക്കാണ് കേറിപ്പിടിച്ചത്. അപ്പൊ തുടങ്ങിയ ഇടംതിരിവാണ് ചെറുക്കന്. എടാ ചെക്ക, നിന്റെ കുശുമ്പൊക്കെ മാറ്റിയിട്ട് ഇതിലേതാ നല്ലതെന്നൊന്ന് പറയടാ. അവന്റെ മുന്നിലേക്ക് ടീച്ചർ പച്ചയും മഞ്ഞയുള്ളൊരു ധാവണിയും വെള്ളയും ചുവപ്പുമുള്ളൊരു ധാവണിയും കൂടി നീക്കി വെച്ചു. ടീച്ചർ പറഞ്ഞ പോലെ സംഭവം രണ്ടും നല്ല ഭംഗിയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഇമ്പോസിബിൾ. എങ്കിലും അവസാനം അവന്റെ കണ്ണുകൾ വെള്ളയിൽ വന്നു നിന്നു. രണ്ടും ഭംഗിയുണ്ടമ്മേ, എന്നാലും ഇതാണ് അവൾക്ക് നല്ലതെന്ന് തോന്നുന്നു. എങ്കിൽ ഇത് മതി. അവർ സെയിൽസ് ഗേളിനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോഴാണ് ടീച്ചറിന്റെ ഫോൺ റിങ് ചെയ്യുന്നേ. കൊച്ചാണ്. നേരെ ഇത്രയായില്ലേ, നമ്മളെ കാണാത്തത് കൊണ്ട് വിളിക്കുക. നമ്മളെയല്ല, അമ്മയെ. ഏകവചനം മതി. ഓ, ഈ ചെറുക്കൻ. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഫോൺ എടുത്തു. ആ മോളെ, ഒരു 10 മിനിറ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ചിലരൊക്കെ നിന്നോട് പിണങ്ങി നിൽക്കുക. ചിരിയോടെ ടീച്ചർ പറഞ്ഞതും അവൻ കണ്ണുരുട്ടി ടീച്ചറിനെ പേടിപ്പിച്ചു. ആ, എനിക്കെങ്ങനെ അറിയാം? നീ നേരിട്ട് തന്നെ ചോദിച്ചോ. പറയുന്നതിനൊപ്പം തന്നെ ടീച്ചർ ഫോൺ അവന് നേരെ നീട്ടി. ആദ്യം ഇത്തിരി ബലം പിടിച്ചെങ്കിലും അവസാനം അവൻ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു. ഒരു 10 മിനിറ്റിനുള്ളിൽ അമ്മയെ അവിടെ എത്തിക്കാം, വെക്കട്ടെ? ഹരൺ സർ. ധൃതിയിൽ ഫോൺ വെക്കാൻ പോയവൻ ആ ഒരൊറ്റ വിളിയിൽ നിന്നു. ഹരൺ സർ. ആ, ടീച്ചറമ്മയ്ക്കൊപ്പം സാറും കാണില്ലേ? അത്രയും മെല്ലെ, പേടിച്ച പോലെയാണ് ശബ്ദം. അതിന് ആരും എന്നെ വിളിച്ചില്ലല്ലോ, അമ്മയല്ലേ വിളിച്ചത്. അവൻ പോലും അറിയാതെ പരിഭവം അവന്റെ വാക്കുകളിൽ മൂടി നിന്നു. അല്ലല്ലോ, അച്ഛനും അമ്മയും ടീച്ചറമ്മയെ വിളിച്ചതിനൊപ്പം തന്നെ പറഞ്ഞിരുന്നു വരുമ്പോൾ സാറിനെയും കൂട്ടി വരണമെന്ന്. ആണോ? സാറിനെ വേറെ വിളിച്ചു പറയണമെന്ന് ചോദിച്ചപ്പോൾ ടീച്ചറമ്മയാ പറഞ്ഞേ അങ്ങനെയൊന്നും പറയേണ്ടെന്ന്. സത്യം, അല്ലെങ്കിൽ ടീച്ചറമ്മയോട് ചോദിച്ചു നോക്കിയേ. അവൾ അത്രയും ഉറപ്പോടെ പറഞ്ഞതും ഏതു സംശയത്തോടെ ടീച്ചറിനെ നോക്കി. അവിടെ കാണുന്ന ആ കളിയാക്കി ചിരിയിൽ നിന്ന് തന്നെ അറിയാം ഇതുവരെ അമ്മ തന്നെ വട്ടാക്കുകയായിരുന്നു എന്ന്. അവൻ തല കുടഞ്ഞുകൊണ്ട് ഫോണിലേക്ക് പിന്നെയും ശ്രദ്ധിച്ചു. സർ, അമ്മയെ ഇപ്പോ കൊണ്ടുവന്നാക്കാം കേട്ടോ. അപ്പോ സാർ വരില്ലേ? പിന്നെയും അവൻ അത് തന്നെ പറയുന്ന കേട്ടതും അവൻ വരില്ലെന്ന് കരുതി അവൾക്ക് സങ്കടമായി. പിറന്നാളുകാരി വിളിക്കാത്ത സദ്യക്ക് ഞാൻ എന്തിനാ വരുന്നത് അമലു? കുറച്ചു മുന്നേ പറഞ്ഞ ഗൗരവം മാറി ഇത്തവണ ആ ശബ്ദത്തിൽ കുറുമ്പായിരുന്നു. ആര് പറഞ്ഞു വിളിച്ചില്ലെന്ന്? പിറന്നാളുകാരി വിളിച്ചല്ലോ. അവന്റെ ശബ്ദം മാറി എന്നറിഞ്ഞപ്പോൾ ഇത്തവണ അവള് കുറുമ്പ് അങ്ങോട്ടാണ് കാണിച്ചത്. വിളിച്ചോ? എന്നാ ഞാൻ കേട്ടില്ല കേട്ടോ. ആദ്യമായി അറിയുന്ന അവളുടെ കുറുമ്പിൽ അവന്റെ ഉള്ളം നിറഞ്ഞു. ശരിക്കും വിളിച്ചു, സാറ് കേൾക്കാഞ്ഞിട്ടാ.
മെല്ലെയെങ്കിലും അവളുടെ ചിരി ഫോണിലൂടെ കേട്ട അവന്റെ ചുടികളും പുഞ്ചിരിച്ചു. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എത്തട്ടെ. കേൾക്കെ ഒന്നുകൂടി വിളിച്ചാൽ മതി. കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് സാധനങ്ങൾ വെച്ചുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അപ്പൊ ശരി അമലു. ഒരിക്കൽ കൂടി മൂളിക്കൊണ്ട് അവള് ഫോൺ വെച്ചു. ഇത്രയുമൊക്കെ വയസ്സും പ്രായവുമായിട്ടും അമ്മയുടെ പിള്ളേരുകളി മാറിയിട്ടില്ല അല്ലേമ്മേ? കാറിനകത്തേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവൻ ടീച്ചറിനെ നോക്കി കെറിവെച്ചു. ഇത്രയും വലുതായി വലിയ പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടും നിനക്ക് കുശുമ്പ് കുത്താമെങ്കിൽ എനിക്കും ഇതൊക്കെ ആവാം. ടീച്ചറും ഒട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ടീച്ചറും മോനും കൂടി തല്ലുണ്ടാക്കി ഇവിടെ നിന്നിറങ്ങുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയുടെ കാർ ആ വീട്ടുവളപ്പിനുള്ളിലേക്ക് കയറിയിരുന്നു.